ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ഗാനം പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിൻ്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്, ഇത് BJP-ക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? എന്താ ഇപ്പം ഇത്രയും നൊന്തത്? പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം CPM-ന്റെ പറയുന്ന എൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹം പറയുന്നത് ഇത് വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നാണ്. ഈ രാജു എബ്രഹാം ആരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് നിൽക്കുന്നത്? വിശ്വാസികളെ വേദനിപ്പിച്ച അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത് ജയിലിൽ കിടക്കുന്ന പത്മകുമാറിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് രാജു എബ്രഹാം നിൽക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതല്ല വിശ്വാസികളെ വേദനിപ്പിച്ചത്. അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. ഗോവിന്ദന്മാരുടെ നടപടിയെടുക്കില്ലെന്നാണ്. വിശ്വാസികൾ വേദനിച്ചത് അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്തതിലാണ്. ആ സ്വർണം കവർന്നെടുത്ത ഈ ആളുകളെ CPM സംരക്ഷിക്കുകയാണ്. കാരണം അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ്. ഇല്ല, നടപടിയെടുത്താൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയും എന്നുള്ള പേടിയാണ്. ഇനി ഈ ഗാനത്തിൻ്റെ ഒരു അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ പാരഡി ഉണ്ടാക്കിയതിനാണ് എങ്കിൽ ഇതേ അയ്യപ്പ ഭക്തിഗാനം കൊണ്ട് പണ്ട് CPM ഒരു പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 11 വർഷം മുമ്പ് കരുണാകരൻ വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ്, സ്പീഡിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ട് K കരുണാകരൻ. അത് കുറേ നാൾ കഴിഞ്ഞതിന് പണ്ടുണ്ടായതാണ്. ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ട് ഇതേ അയ്യപ്പ ഭക്തിഗാനം ഉപയോഗിച്ചൊരു പാരഡി CPM ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ കൈരളിയിൽ, CPM-ന്റെ കൈരളിയിൽ രണ്ട് അറിയപ്പെടുന്ന ആളുകളെ കൊണ്ട് അത് പാടിച്ചിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് ഞാൻ തരാം. ഇതേ പാട്ടിൽ. അപ്പോൾ നോക്കുമ്പോൾ ഒന്ന് ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് പഴയ കാര്യം കൂടെ ഓർക്കണം. അപ്പോൾ കരുണാകരനെ കളിയാക്കി മര്യാദയ്ക്ക് നല്ല മുഖ്യമന്ത്രിയായിരുന്ന ഭക്തനായിരുന്ന K കരുണാകരനെ കളിയാക്കി അയ്യപ്പൻ്റെ ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് പാരഡി ഉണ്ടാക്കാം. ആ പാരഡി കൈരളിയിൽ അവതരിപ്പിക്കാം. ഇതൊക്കെ ചെയ്യാം അല്ലേ? സ്വർണം കട്ടവരെ കുറിച്ച് പാരഡി പാടില്ല. ഇത് എവിടത്തെ വാദമാണ് ഇത്? വിവാദത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായും ഒപ്പം തന്നെ അടൂർ പ്രകാശുമായും ഒക്കെ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതേ പ്രചരണം നിങ്ങൾക്ക് നേരെ വരുന്നുണ്ട്. ഞങ്ങളല്ലല്ലോ സ്വർണം കട്ടത്, CPM ഭരിക്കുമ്പോഴല്ലേ. ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴാണ് ശബരിമലയിൽ വന്നത്? ശബരിമലയിൽ ആര് വന്നാലും ശബരിമലയിൽ ഒരുപാട് ആളുകൾ ശബരിമലയിൽ വരുന്നുണ്ട്. അവിടെ നിന്ന് സ്വർണം കട്ടത് CPM മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ 2 ആളുകൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരിക്കുമ്പോഴാണ്. ഒരാൾ ആദ്യം കമ്മീഷണറായിരുന്നു, പിന്നെ പ്രസിഡന്റാക്കി. പിന്നെ CPM MLA അവിടെ പ്രസിഡന്റായിരിക്കുമ്പോഴാണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്തത്. മനസ്സിലായില്ലേ? അയ്യപ്പൻ്റെ അതിനു മുമ്പ് ആരൊക്കെ വരുന്നുണ്ട്? എത്ര കള്ളന്മാർ ആയിട്ടുള്ള ആളുകളും ക്രിമിനലുകളായിട്ടുള്ള ആളുകളും അല്ലേ, വലിയ കുഴപ്പക്കാരും ഒക്കെ വന്നു പോകുന്നുണ്ടാകും. കോടിക്കണക്കിന് ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ടാവും. അവരുടെ വന്നു പോയവരുടെയൊക്കെ ഹിസ്റ്ററി ആർക്കെങ്കിലും പരിശോധിക്കാൻ പറ്റുമോ? ഇപ്പോൾ UDF വരുമ്പോൾ അങ്ങനത്തെ ഒരാളും അവിടെ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? LDF ഉണ്ട്. കട്ടതാരാണ്? കട്ടതിനുള്ള മറുപടിയാണ് പറയേണ്ടത്. കട്ടവരെ സംരക്ഷിക്കുന്നതാരാ? അയ്യപ്പൻ്റെ സ്വർണം കട്ടത് ആരാണ്? അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന ആരാണ്? എന്നിട്ട് പാരഡിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതേ പാട്ടിലെ പാരഡി വെച്ച് കരുണാകരനെ അധിക്ഷേപിച്ചപ്പോൾ ഇവർക്ക് ആർക്കും, K കരുണാകരനെ അധിക്ഷേപിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അല്ലേ? അത് വാസുവിനെയും മറ്റേ പത്മകുമാറിനെ അധിക്ഷേപിച്ചപ്പോഴാണ് ഫീലിങ്. K കരുണാകരൻ, ലീഡർ K കരുണാകരനെ അധിക്ഷേപിക്കുമ്പോൾ ഒരു വിശ്വാസികൾക്ക് ഒരു പ്രശ്നമില്ല. അതേ ഗാനം വെച്ചു, സെയിം ഗാനം വെച്ചു. അതിന്ന് തരാം, എല്ലാവർക്കും തരാം ഗാനം. ഇവർ കൈരളിയിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ അടുത്തുണ്ട്.